സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പർദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാത അവിടുത്തെ മക്കളുടെ മുൻപാകെ നിൽക്കുവാൻ തന്ന വൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഏവരെയും നമ്മുടെ സ്വർഗദാതൻ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വീഡിയോയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളുടെ കർത്തവ്യവും അവർക്ക് വരുന്ന നന്മയും ഒന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ വിവിധ തരത്തിലും വിവിധ ആചാരങ്ങളിലും വിവിധ വിശ്വാസത്തിലും ജീവിക്കുന്ന അനവധി ജനതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നിരീശ്വരവാദി, ഒരു ദൈവമില്ല, ഈ ഭൂമിയിലെ ജീവിതത്തോടെ എല്ലാം അവസാനിക്കും എന്ന വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചില വിഗ്രഹാരാധികൾ ആ വിഗ്രഹങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവത്തെ കണ്ടുകൊണ്ട് മരണാനന്തരം ഒരു ശാശ്വത ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആത്മാവിലും സത്യത്തിലും പരംതാതനെ, സ്വർഗതാതനെ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനതയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ സർവ ജനതയ്ക്കും വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിച്ച് തങ്ങളുടെ യേശുനാഥൻ കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ വില ഏവരെയും അറിയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിലും സത്യത്തിലും പരംദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറിയ വിഭാഗം മനുഷ്യർ അവർക്ക് സ്വർഗദാതൻ സകലവിധ നന്മകളും പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വേലക്കായി സ്വർഗീയ സുവിശേഷത്തിൻ്റെ ആ സദ്വാർത്തയുടെ ലോകം മുഴുവൻ പ്രഘോഷിക്കുന്ന ആ മക്കളെ, തൻ്റെ വേലക്കാരെ പരംദൈവം സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ പ്രിയ ദൈവമക്കളുടെ അവർക്കുണ്ടായിരിക്കേണ്ട ചില ഗുണഗണങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വൻകൃപയിലൊന്ന് വിവരിക്കുകയാണ്. ഒരു ഗാനം ആലപിക്കുകയാണ്. യേശുനാഥൻ വന്നിടാൻ നേരമായോ വാനിൽ ചേർത്തിടുവാൻ മാനവരെ, കാലലക്ഷണങ്ങൾ തെളിയിച്ചിടുന്നു നാഥൻ്റെ വരവേറ്റം ആഗതമായി വാനിൽ നിത്യനാട്ടിൽ നേടാൻ നാം നേരമായി യുദ്ധങ്ങൾ കേട്ടിടുന്നു. ക്ഷാമങ്ങൾ, ഭൂകമ്പം, പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി വന്നിടുമ്പോൾ ഈറ്റുനോവിൻ ആരംഭം നാഥൻ വന്നിടാൻ ഒരുങ്ങിടം നമുക്കൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാഥനായി, യേശുനാഥനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാഥനായി. ഒരു തുര്യവചന ഭാഗം വായിക്കുകയാണ്.
അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുത്, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ എന്നു പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മാവിലും സത്യത്തിലും നമ്മുടെ ദൈവം ഓരോ ദൈവമക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പരംദാതൻ ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുന്നത് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, എബ്രഹാം പിതാവിനെ തന്നെ വിശ്വാസവീരനായ എബ്രഹാം ഏകനായി ദേശം വിട്ട് പുറപ്പെട്ടു വരുവാൻ പറഞ്ഞപ്പോൾ എബ്രഹാം മറ്റൊന്നും ആലോചിച്ചില്ല. തൻ്റെ ഭാര്യയെയും സഹോദരപുത്രൻ ലോത്തിനെയും മാത്രമായി അതാ വിജനദേശത്തേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ചെന്നിടത്തെല്ലാം ബലിപീഠം നിർമ്മിച്ച് യഹോവയാം ദൈവത്തെ തന്നെ വിളിച്ച യഹോവയാം ദൈവത്തെ ആരാധിച്ച് അവിടുന്ന് നിന്നും അനുഗ്രഹം പ്രാപിക്കുന്ന എബ്രഹാം പിതാവിനെ നാം കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, എബ്രഹാത്തെ പരന്തൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, തൻ്റെ 100-ാം വയസ്സിൽ തൻ്റെ ഭാര്യ വൃദ്ധയുമായി തീർന്ന സാഹചര്യത്തിൽ ഒരു പുത്രനെ കൊടുത്ത തൻ്റെ ദൈവം എന്തിനും ഏതു കാര്യത്തിനും ശക്തനാണെന്ന വെളിപ്പാട് വന്ന എബ്രഹാം പിതാവ് തൻ്റെ ഓമൽപുത്രൻ ഇസഹാക്കിനെ ബലികഴിക്കാൻ യഹോവയാം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അതാ ചാഞ്ചല്യമൊന്നുമില്ലാതെ പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പരന്തൈവം കൈവെക്കുവാൻ, ബാലൻ്റെ മേൽ കത്തിവയ്ക്കുവാൻ എബ്രഹാമത്തെ അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എബ്രഹാത്തിൻ്റെ സ്വഭാവ മഹിമയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രധാന സംഭവം നടക്കുന്നുണ്ട്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സോദോം ഗൊമോറ, ലോത്ത് നല്ല ദേശം എന്ന് കണ്ട് തിരഞ്ഞെടുത്ത എബ്രഹാമിൻ്റെ സഹോദരപുത്രൻ തന്നെ നീരോട്ടമുള്ള ദേശമെന്ന് കണ്ട് തിരഞ്ഞെടുത്ത ആ ദേശം അതാ പാപികളുടെ നിറവായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പരന്തൈവം സ്വർഗദാതൻ അതാ സോദോം ഗൊമോറ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പരന്തൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. തൻ്റെ ഭക്തരെ അത് അറിയിച്ചിട്ടേ എന്തെങ്കിലും ഒരു കൃത്യം ചെയ്യുകയുള്ളൂ. പ്രധാനപ്പെട്ട അതും നാശകരമായ കൃത്യം അത് എബ്രഹാമിനെ ദൂതന്മാർ അതാ അറിയിക്കുകയാണ്. സോദോം ഗൊമോറ നശിപ്പിക്കാൻ വന്നു എന്ന എബ്രഹാം ദൂതന്മാരോട് കെഞ്ചുന്നുണ്ട്. 50 പേര് നീതിമാന്മാർ ഉണ്ടെങ്കിൽ സോദോം ഗൊമോറ നശിപ്പിക്കരുതേ എന്ന് അവർ അതിന് സമ്മതിച്ചു. പിന്നീട് 45, 40, 30, 20, അവസാനം 10 പേർ നീതിമാന്മാരുണ്ടെങ്കിൽ സോദോം ഗൊമോറ നശിപ്പിക്കരുതേ എന്ന് അങ്ങേയറ്റം നാണം കെട്ട് എബ്രഹാം അതാ ലജ്ജിതനായി തീർന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ദൂതന്മാർ സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പരം ദയ ഇവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടി ഒരു 4 പേരുണ്ടെങ്കിൽ നശിപ്പിക്കരുതേ, ലോത്തും ഭാര്യയും 2 കുട്ടികളും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് അത് കേൾക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ പിന്നെയും ഇനി എന്ത് യഹോവ വിചാരിക്കുമെന്ന് ഓർത്ത് മാത്രം അത്രയും ചോദിക്കാൻ എബ്രഹാം തുനിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഫലമോ സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ലോത്തിനെയും മക്കളെയും രക്ഷിക്കുന്നു. ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയ
ലോത്തിൻ്റെ ഭാര്യ മാത്രം ഉപ്പുതൂണായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വിശ്വാസി, ഒരാത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് എബ്രഹാം പിതാവ് നമുക്ക് വരച്ചു കാട്ടി തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സർവമാനവർക്കും വേണ്ടി നമ്മുടെ പരന്താതനോട് കെഞ്ചി യാചിച്ച് അവർക്ക് വേണ്ടി എപ്പോഴും ജാഗരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അവർ പാപിയായിരിക്കാം, ഒരുപക്ഷെ അവർ വിഗ്രഹാരാധികളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അവർ പരന്താതനെ അനുസരിക്കാത്തവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാലും നമുക്ക് തിരുരക്തത്തിൻ്റെ, നമ്മുടെ യേശുനാഥൻ ചിന്തിയ തിരുരക്തത്തിൻ്റെ വിലയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തത്തിൻ്റെ വില നഷ്ടമാകാതെ നോക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത കുഞ്ഞാടിനെ പോലെയുള്ള ദൈവകുമാരൻ്റെ ആ തിരുരക്തത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ, തോത്രം വില നമ്മൾ ദൈവമക്കൾ കൊടുക്കുക തന്നെ ചെയ്യണം. പ്രിയരെ, എന്നാൽ കണ്ടുവരുന്നത് എബ്രഹാം പിതാവിനെ പോലെ ഒന്ന് താഴാനോ ഒന്ന് യഹോവയുടെ മുമ്പിൽ ലജ്ജിതനാകാനോ നാം അനുവദിക്കുന്നില്ല. എന്തിന്? സഹജീവികളുടെ ഇടയിൽ പോലും ലജ്ജിതനാകാനോ ഒന്ന് താഴാനോ കൂട്ടാക്കുന്നില്ല. ഏവരും നോഹയെപ്പോലെ ആകുന്നു. പ്രിയപ്പെട്ടവരെ, നോഹയെ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിനവേ നഗരത്തിൻ്റെ അതിക്രമം വർദ്ധിച്ചപ്പോൾ പരന്താതനത യോനാ പ്രവാചകനെ അയക്കുകയാണ്. നിനവേ നശിക്കും, മനസ്സന്തരപ്പെടുവനെന്ന ഉത്ബോധനവുമായി. പ്രിയപ്പെട്ടവരെ, യോന പക്ഷേ അവരുടെ നിലവേക്കാരുടെ രക്ഷയിൽ താല്പര്യം അധികം വെക്കാതെ തന്നെ യഹോവയാം ദൈവത്തിൻ്റെ സൽഗുണങ്ങളിൽ പരം ദയാലു, പരം കാരുണ്യവാൻ, തൻ്റെ സൃഷ്ടികളോട് അളവറ്റാനും അനുകമ്പയുള്ള പരംദൈവത്തിൻ്റെ സ്വഭാവം കണ്ട് മടുത്ത് അതാ തർശീഷിലേക്ക് ഓടിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വർഗദാതൻ യോനായെ നിനവയിൽ എത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നിനവയ്ക്ക് ഒരു പോറൽ പോലും വരുത്തുന്നില്ല. കാരണം നിനവേ നിവാസികൾ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് തിന്മകൾ വെടിയുക തന്നെ ചെയ്തു. തൽഫലമായി പ്രിയപ്പെട്ടവരെ, യഹോവയാം ദൈവം തൻ്റെ ശിക്ഷ പിൻവലിക്കുക തന്നെ ചെയ്തു. പ്രിയരെ, മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആ വലിയ രക്ഷ കൈവശമാക്കി ഈ ഭൂമിയിൽ വിശ്വാസ സ്നാനം തന്നെ പ്രിയപ്പെട്ടവരെ ജയാളിയായി ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്പമൊന്ന് താഴാം, അല്പമൊന്ന് ലജ്ജിതരാകാം. നമ്മുടെ യേശുനാഥൻ എത്രത്തോളം താന്നു, എത്രത്തോളം പീഡിതനായി കുരിശുമരണത്തോളം താണ് വന്നില്ലേ പ്രിയപ്പെട്ടവരെ. നമുക്ക് ആയതിനാൽ തന്നെ നമ്മുടെ യേശുനാഥൻ്റെ പാതകൾ പിന്തുടർന്ന് പ്രിയരെ അവിടുത്തെ അനുഗമിക്കാം. അവിടുന്ന് ചിന്തിയ രക്തത്തിൻ്റെ വില ഏവർക്കും നമുക്ക് ഉപയോഗപ്രദമാക്കി തീർക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ വിശ്വാസിയും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, പരനാഥനേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സാക്ഷ്യം കൂടി അടിയാത്തി പറയുകയാണ്. അടിയാത്തി സ്നാനമേറ്റ സ്വർഗീയ വിരുന്ന സഭ ആദ്യം കലൂരായിരുന്നു, പിന്നീട് ഇടപ്പള്ളിയിൽ, പിന്നീട് തോപ്പുംപടിയിൽ സാന്തോംപള്ളിക്ക് എതിർവശമുള്ള ഒരു
വലിയ ഹാളിലായിരുന്നു ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് അനേകം വിടുതലുകൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച അടിയാത്തി രണ്ടാവശ്യം മുന്നോട്ട് വെച്ചു. അടിയാത്തിയുടെ മടിയും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഒന്ന് മാറണം. സാമ്പത്തിക ബുദ്ധിമുട്ട് അടിയാത്തിക്ക് മാറിക്കിട്ടി. എന്നാൽ അടിയാത്തിക്ക് ഒരു മടി ബാധിച്ചിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ എന്നെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കി മടിയിൽ നിന്നും വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭയിൽ ആരാധനയിൽ ഞാൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എൻ്റെ യേശുനാഥൻ യഹോവയാം ദൈവം പരിശുദ്ധാത്മാവാം എൻ്റെ ദൈവം എൻ്റെ വിരലുകളുടെ അറ്റത്ത് ഒന്ന് തൊടണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതുണ്ടായില്ല. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ ഞാൻ ഉറങ്ങി കിടന്നപ്പോൾ അർദ്ധരാത്രിയിൽ, പ്രിയപ്പെട്ടവർ, എൻ്റെ കഴുത്തിൻ്റെ താഴെ നിന്നും ഒരു കൈ താഴോട്ട് തഴുകി വരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു, ലൈറ്റിട്ടു. എൻ്റെ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മച്ചിയും ആങ്ങളയുടെ മകളും കട്ടിലിൽ കിടക്കുന്നു, ഞാൻ താഴത്ത് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ്റെ കരസ്പർശം ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗനാഥനെ എത്ര ഒരു വിരലിൽ തൊടാൻ ആഗ്രഹിച്ചപ്പോൾ തഴുകിയ സ്വർഗനാഥൻ്റെ സ്നേഹവായ്പിൽ ഞാൻ നിറഞ്ഞു തുളുമ്പി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സ്തുതിക്കാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നും ഓരോ അന്ന് എൻ്റെ മടി മാറി പൂർണ്ണമായും. പ്രിയപ്പെട്ടവരെ, ഇന്നും മറിഞ്ഞ് വീണ് സ്തുതിക്കേണ്ട വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ പൊന്നുനാഥൻ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടത്തേക്ക് എന്നും സ്തുതിയും മാനവും മഹത്വവും നേർന്നുകൊള്ളുന്നു. അല്പം വെളിപാടിലേക്ക് കൂടി കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മിൽക്കി വേയിൽ അനേകം ബ്ലാക്ക് ഹോളുകൾ ഉണ്ട്. ഈ ബ്ലാക്ക് ഹോളുകളെ ചുറ്റി സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബ്ലാക്ക് ഹോളിൽ കറുത്തം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ? അത് സ്വർഗത്തിലേക്കുള്ള പടിവാതിലുകൾ തന്നെ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഇവ ഉണ്ടായി? പ്രിയപ്പെട്ടവരെ, ആദിയിൽ നമ്മുടെ ദൈവം മാനവരെ സൃഷ്ടി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പർദീസായിൽ ആക്കി വെച്ചു. അവിടുത്തെ എല്ലാ ഫലങ്ങളും നമുക്ക് ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ നടുവിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഒരു ആപ്പിൾ വൃക്ഷവും നടുവിൽ നിന്നിരുന്ന ആ വൃക്ഷത്തിൽ നിന്നും ഫലം തിന്നരുതെന്ന് പരന്താതൻ കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ സാത്താൻ്റെ കെണിയിൽപ്പെട്ട് നമ്മുടെ ആദിമാതാപിതാക്കന്മാർ ആ കനി ഭക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടെ സാത്താന് അടിമകളായി തീർന്ന മാനവകുലം അതാ പുറന്തള്ളപ്പെടുകയാണ് സ്വർഗീയ പർദീസയിൽ നിന്ന് തന്നെ. പ്രിയരെ, നമ്മുടെ പരംദൈവം മാനവരെ സൃഷ്ടിക്കുള്ള ചിന്ത അവിടുത്തെ മനതാരിയിലൂടെ കടന്നു പോയപ്പോൾ തന്നെ മാനവരെ വഞ്ചിക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന പൈശാചിക വൃന്ദത്തെ, ലൂസിഫറിനെ, അവൻ്റെ സൈന്യത്തെയും കാണുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കാഴ്ച കണ്ട് സ്നേഹവാൻ തീക്ഷ്ണവാൻ അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണം കണ്ണുകളുള്ള പരം ശക്തിമാൻ ദൈവത്തിൻ്റെ മനം തകർന്ന് ഏഴായി മാറി.
7 കണ്ണുകളായി തന്നെ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി വരാനിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യരെ കാത്തു സൂക്ഷിക്കാൻ തന്നെ ശ്രദ്ധിക്കാൻ തന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ആദ്യം സൃഷ്ടിച്ച പർദീസയും രാത്രി പകൽ വരുന്ന സൂര്യനും രാത്രി വരുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം നിരവധിയായി തീർന്നു. അതിൽ ഒരു മഹാവിസ്ഫോടനമുണ്ടായി ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ശാസ്ത്രവും പറയുന്നു. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രമുണ്ടായത് ദൈവത്തിൽ നിന്ന് തന്നെ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചത് തന്നെ. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രത്തിന് ആത്മീയതയ്ക്ക് മുകളിൽ നിൽക്കാനുള്ള അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, അവിധം സ്വർഗത്തിൽ നിന്നും സൂര്യചന്ദ്രന്മാർ തെറിച്ചു വീണ ആ ഹോളുകൾ ബ്ലാക്ക് ഹോളുകളായി പുറത്തേക്ക്, അങ്ങനെ അവിധം പുറം ലോകത്തേക്ക് സൂര്യന്മാരും ചന്ദ്രന്മാരും നക്ഷത്രങ്ങളും 7 ഭൂമിയും വന്ന് നിറഞ്ഞു. പർദീസയും 7ആയി. പ്രിയപ്പെട്ടവരെ, 7 പർദീസയിൽ നിന്നും 7 ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ തിരുമനസ്സിലെ മക്കൾ വന്നു വീണുകൊണ്ടിരിക്കുന്നു. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ശുദ്ധീകരണം പ്രാപിച്ച മനുഷ്യർ മരണമെന്ന വാതിലിലൂടെ വീണ്ടും നിത്യതയിലേക്ക് എത്തിച്ചേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിധം സൂര്യൻ്റെ ഉഗ്രസ്ഫോടനത്തിൽ നിന്നും പൊട്ടിത്തെറിച്ച തീകളുമായിരുന്ന ഭൂമി പരന്തൈവം സ്വർഗത്തിൽ നിന്നും വെള്ളമൊഴിച്ച് നനച്ച് മനുഷ്യന് അധിവസിക്കാൻ തക്ക വിധത്തിൽ യോഗ്യമാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്നും ഒഴിച്ചത് തന്നെ ഭൂമിയിലെ ജലത്തിൻ്റെ അളവ് ഭൂമിയുടെ ഏതാണ്ട് 3/4 ഭാഗത്തോളമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ കാണുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പ്രിയപ്പെട്ടവരെ തക്കതായ പര്യാപ്തമായ വെള്ളം മാത്രമാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഒഴിച്ചതെന്ന് എടുത്തു കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ സമുദ്രത്തിലെ വെള്ളം കയ്യിൽ എടുത്ത് ഭൂമിയിൽ പകർന്ന ദൈവമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആ ജലത്തിലേക്ക് ജീവൻ്റെ കണികയെ പരന്താതൻ ഇട്ടുകൊടുത്തു. യഹോവയുടെ ആത്മാവ് ജലത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തരിജീവി ഇരുകോശം ബഹുകോശം അങ്ങനെ കടലിൽ നിറഞ്ഞു, കരയിൽ നിറഞ്ഞു, വാനത്ത് നിറഞ്ഞു. പരന്താതിൻ്റെ ഏതാണ്ട് 400 കോടി വർഷമായി തീക്കട്ടയായ ഭൂമി ഇവിധം പരിവർത്തിക്കപ്പെട്ട് ഇവിധമാകുവാനെന്ന് ശാസ്ത്രം പറയുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഹോവയാം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ 400 കോടി ഒരു 4 വർഷം മാത്രമേ ഉള്ളൂ. അനന്തമായ നിത്യത കണക്കാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കത് ഒരു വലിയ കാലയളവ് ആണെങ്കിൽ തന്നെയും പ്രിയരെ, അങ്ങനെ പരന്താതൻ നിർണയിച്ച ആ സമയത്ത് അവിടുത്തെ വൻകൃപയാൽ തന്നെ കുരങ്ങിൽ നിന്നോ നിയാണ്ടാർത്താൽ എന്ന ആ മനുഷ്യവർഗത്തിൽ നിന്നോ മാനവർ സർവ ഭൂമണ്ഡലത്തിലും സൃഷ്ടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കറുത്തവരും വെളുത്തവരും എല്ലാം വിവിധ രാജ്യങ്ങളുടെ വിവിധ ഭൂഖണ്ഡങ്ങളുടെ പരിസ്ഥിതിക്ക് അനുസരണമായി രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം.
ഇങ്ങനെ ആദിമ മനുഷ്യൻ മൃഗതുല്യരായി ഭക്ഷണത്തിനും വേണ്ടി ജീവിച്ച മനുഷ്യർ, പ്രിയപ്പെട്ടവരെ, അവർ ഗുഹകളിലും പാറകളിലും ഒളിച്ച് തങ്ങളുടെ ജീവിതം നയിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സൂര്യനെയും ചന്ദ്രനെയും തങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രകൃതി ശക്തികളെ എല്ലാം അവർ ദൈവമായി ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വർഗത്തിലെ ഒരു പരന്താതനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആദം വന്നു. അവിടുത്തെ തിരുമനസ്സിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യാധ്യായത്തിലെ പോലെ വന്നു ചേർന്നു. പ്രിയപ്പെട്ടവരെ, തലമുറ നീണ്ടുപോയി. അബ്രഹാമും ആദം ഹവ്വയും വിശ്വാസത്തിൽ അത്ര സ്ഥിരമായിരുന്നില്ലെങ്കിലും അബ്രഹാമിൽ പരദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച, അവിടുത്തെ പരിപൂർണമായി വിശ്വസിച്ച് അനുസരിച്ച ഒരു മനുഷ്യനെ നാം കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ സന്തതിയിൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അത് യേശു തന്നെ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ വംശാവലിയിലൂടെ യേശു കാലത്തിൻ്റെ പൂർണ്ണതയിൽ പൂജാതനാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വിധം സമുദ്രത്തിലൂടെ ജഡത്തിലൂടെ വന്നതിനാൽ തന്നെയും പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ആയതിനാൽ തന്നെയും പാപത്തിൻ്റെ കരവിരുണ്ട നമ്മളെയെല്ലാം അവിടുന്ന് തൻ്റെ തിരിച്ചോരയാൽ ശുദ്ധീകരിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പാപം നമ്മുടെ യേശുനാഥൻ കാൽവരിയിൽ കഴുകിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അതിൽ വിശ്വസിക്കാതെ അരുതാഫലം ഭക്ഷിച്ച നമുക്ക് വേണ്ടി വിശ്വസിക്കുക മാത്രമെന്ന പ്രവൃത്തിയിലൂടെ യേശുനാഥനിൽ തന്നെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യനിർവൃത്തിയിലേക്ക് കടക്കാം. ഒരു തീറ്റിയിൽ പെട്ടുപോയ നമ്മളെ നമ്മുടെ യേശുനാഥൻ അവിടുത്തെ ശരീരവും രക്തവും തന്ന് എന്നും ശുദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തോളം നമ്മോടൊപ്പം ഉണ്ടായി എന്ന് പറഞ്ഞ നമ്മുടെ യേശുനാഥൻ, പ്രിയപ്പെട്ടവരെ, ഇന്നും അവിടുത്തെ ശരീര രക്തങ്ങളിലൂടെ നമ്മെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുന്നിൽ പരിപൂർണമായും വിശ്വസിക്കാം. കാരണം അവിടുന്നിൽ അബേ എന്നു മാത്രമേ ഉള്ളൂ, ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറഞ്ഞ തിരുവചനത്തിൽ നാം വായിക്കുന്ന ധ്യാനിക്കുന്ന എല്ലാം വചനങ്ങളും ഉവ്വ് എന്ന് തന്നെ യേശുനാഥൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന്. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ നമ്മെ ചേർക്കുവാൻ അവിടുന്ന് വരുമെന്നും നമ്മെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുനാഥൻ അരുളി ചെയ്തെങ്കിൽ വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവമില്ല, ഇനിയൊരു നിത്യജീവനല്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുന്ന വചനം നമുക്ക് ആശ്വാസമേകുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം നിത്യജീവനുണ്ടെന്നും ഒരു നിത്യാനന്ദമായ ജീവിതമുണ്ടെന്നും ഇങ്ങനെയെല്ലാം പറഞ്ഞതെല്ലാം വിശ്വസിക്കാതിരുന്നാലും പാപമില്ലായിരുന്നു. എന്നാൽ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ലാസാർ, നിനവയിലെ വിധവയുടെ മകൻ, റൈറൂസിൻ്റെ മകൾ, ജന്മനാ കുരുടനായ ആ മനുഷ്യന് കാഴ്ച നൽകി
ഇത് ഇതെല്ലാം നമ്മുടെ യേശുനാഥൻ ചെയ്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടന്നിൽ നാം വിശ്വസിക്കാഞ്ഞാലും അത് അവിടുന്ന് പറഞ്ഞ നിത്യാനന്ദ ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കാഞ്ഞാൽ നമുക്ക് പാപമാണെന്നുള്ള ഒറ്റ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശു മരിച്ചോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥം. പ്രിയപ്പെട്ടവരെ, എന്നാൽ 4 സുവിശേഷകന്മാർ ഒത്തൊരുമിച്ച് പറഞ്ഞു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാം. ഈ ഭൂമിയിലെ ക്ഷണിക ദുഃഖമയമായ ജീവിതം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവർ, അത്യാനന്ദമായ ഒരു ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. സ്വർഗീയ ശരീരങ്ങളോടുകൂടി അന്ന് നാം ഏവരും പരസ്പരം കണ്ട് ആനന്ദിച്ച് ഈ ഭൂമിയിൽ ഇന്നുവരെ ജനിച്ച മനുഷ്യരെല്ലാം നിറഞ്ഞ വിശാലമായ ആ പർദീസയിൽ, പുതിയ ആകാശത്തിൽ നമ്മുടെ സ്വർഗനാഥൻ്റെ മുഖം കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് നിത്യതയോളം വാഴാം. പ്രിയപ്പെട്ടവരെ, പരിനാഥനേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന നമ്മെ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്ത അവിടുത്തെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവേ, വേഗം വരണമേ.